പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ തിരുനാളിനൊരുക്കമായ നൊവേനയുടെ രണ്ടാമത്തെ ദിനത്തിലേക്ക് കർത്താവ് നമ്മെ ആനയിച്ചിരിക്കുന്നതിനെയോർത്ത് നമുക്ക് നന്ദി പറയാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ അമ്മ മാതാവേ, കർമ്മല മാതാവേ, അമ്മയുടെ മക്കളായി ഞങ്ങൾ ഒരുമിച്ച് അമ്മയുടെ മധ്യസ്ഥത്തിൽ ഒരുമിച്ചിരിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ വലിയ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാനും അമ്മ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ സ്വീകരിക്കുവാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ, ഞങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ, ഞങ്ങളുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ഒത്തിരി ആഗ്രഹിക്കുന്നവളാണല്ലോ അമ്മ. ഞങ്ങൾ ആരും നശിച്ചു പോകാതെ രക്ഷപ്രാപിക്കാൻ വേണ്ടി അമ്മ മാതാവേ, അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. എല്ലാ മക്കളെയും, ഈ മക്കളെ ഓരോരുത്തരെയും, ഇവരുടെ കുടുംബങ്ങളെയും ജീവിതങ്ങളെയും എല്ലാം അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ട് ഉത്തരീയത്തിൻ്റെ വലിയ വാഗ്ദാനത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. മാതാവിൻ്റെ വലിയ ആഗ്രഹം നമ്മെക്കുറിച്ച് എന്തെന്നറിയും? അത് മറ്റൊന്നുമില്ല, മാതാവ് അനുഗ്രഹിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനപരമായ രണ്ട് കാരണങ്ങൾ നമുക്കറിയാം. നമ്മൾ പലവട്ടം ധ്യാനിച്ചിട്ടുണ്ട്. അത് മറക്കാതെ നമ്മൾ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കണം. അതെന്താണ്? നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവകൃപ നിറഞ്ഞവൾ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കർത്താവ് നിന്നോട് കൂടെ. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്, ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് സ്ത്രീകളിൽ പരിശുദ്ധ അമ്മ അനുഗ്രഹിതയായത്. അമ്മയുടെ ഉദരഫലവും അനുഗ്രഹിക്കപ്പെടാനുള്ള കാരണം ഈ രണ്ട് കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ മാതാവിൻ്റെ നമ്മെക്കുറിച്ചുള്ള വലിയ ആഗ്രഹം, നമ്മുടെ മക്കളെ കുറിച്ചുള്ള വലിയ ആഗ്രഹം ഇത് തന്നെയാണ്. നമ്മളും നമ്മുടെ മക്കളും ദൈവകൃപ നിറഞ്ഞവരായിട്ട് മാറണം. രണ്ട്, കർത്താവ് കൂടെ. ഇത് രണ്ടും വളരെയേറെ ആഴപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ എവിടെയൊക്കെ പ്രത്യക്ഷപ്പെട്ടോ അവിടെയൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ മകനെ നിങ്ങൾ സ്വീകരിക്കണം, വിശുദ്ധ കുർബാന സ്വീകരിക്കണം, അവന് പറയുന്നത് പോലെ ചെയ്യണം. കാനായിലെ വീട്ടില് ആദ്യത്തെ അത്ഭുതത്തില് ഈശോയോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ട് ആ പരിചാരകരോട് മാതാവ് പറഞ്ഞത് എന്താണ്? അവൻ പറയണ പോലെ ചെയ്യ്. ഇത് മാതാവിൻ്റെ വലിയ ആഗ്രഹമാണ്. ഈശോയെ സ്വീകരിക്കണം, ഈശോ പറഞ്ഞ വചനങ്ങൾ അനുസരിക്കണം. അതുകൊണ്ടാണ് എവിടെ ചെന്നാലും രക്തക്കണ്ണീരൊഴുക്കി വലിയ വേദനയോടെ ഈശോയെ വിട്ടുപേക്ഷിച്ച് ഈശോയോട് അവിശ്വസ്തത കാണിക്കുന്ന വൈദികരെ കുറിച്ച്, സന്യസ്തരെ കുറിച്ച്, സമർപ്പിതരെ കുറിച്ച്, ക്രൈസ്തവ മക്കളെ കുറിച്ച് മാതാവ് കരഞ്ഞ് പറയാ, മക്കളെ വേറെ വഴിയില്ല, വേറെ വഴിയില്ല. നമുക്കറിയാലോ മക്കളെ, യേശുവാണ് ഏകരക്ഷകൻ. ലോകത്തിന് ഇന്ന് രക്ഷപ്പെടണോ? അത് ക്രിസ്ത്യാനിയാകട്ടെ, മുസ്ലിം ആകട്ടെ, ഹിന്ദു ആകട്ടെ, ആരുമാകട്ടെ, ലോകത്തിന് രക്ഷപ്പെടണമെങ്കിൽ സകല ജനപദങ്ങൾക്കും വേണ്ടിയുള്ള രക്ഷയുടെ സദ്വാർത്തിയായ ഈശോയെ സ്വീകരിച്ച പറ്റൂ. ഇന്ന് നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട വലിയൊരു കാര്യം, നമ്മുടെ മക്കൾ, ഒത്തിരിയേറെ മക്കള് കൂദാശ വിട്ട് ജീവിക്കുക. കൂദാശകളിലൂടെയാണ് നമുക്ക് കൃപ ലഭിക്കുന്നത്, ഈശോയെ ലഭിക്കുന്നത്. വിശുദ്ധ കുർബാന വിട്ട് നമ്മുടെ മക്കള്, നമ്മുടെ ജീവിതങ്ങൾ ഈ ദിവസങ്ങളൊക്കെ വിളിച്ച് കരയുന്ന ഒത്തിരി ഭാര്യമാര്, അമ്മമാര്, അപ്പന്മാര്, നാശത്തിന്റെ തകർച്ചയുടെ കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ എല്ലാവരും പറയുന്ന ഒരു പൊതുവായ കാര്യമുണ്ട്: പള്ളി പോക്കില്ല, ഞായറാഴ്ച പോലും കുർബാനയ്ക്ക് പോകത്തില്ല, കുമ്പസാരിക്കത്തില്ല, വിശുദ്ധ കുർബാന സ്വീകരിക്കത്തില്ല. ഭർത്താവ്, എൻ്റെ മോൻ, എൻ്റെ മോള്, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് മാതാവ് ഇന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന
വലിയൊരു കാര്യമാണ്. തൻ്റെ മക്കള് ഈശോയെ സ്വീകരിക്കണം. ഈശോയാണ് കൃപ നൽകുന്നവൻ. യോഹന്നാൻ 1:16 അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. കൃപാദാതാവായ ഈശോയെ സ്വീകരിച്ച് ആ കൃപയുടെ സമൃദ്ധി ഈശോ പറഞ്ഞില്ലേ യോഹന്നാൻ 10:10 ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് കൃപ അത് സമൃദ്ധമായിട്ട് ഉണ്ടാകാനും വേണ്ടിയാണ്. കൃപാദാതാവായ ജീവന്റെ സമൃദ്ധിയായ ജീവൻ തന്നെയായ ഈശോയെ തന്നെ തരുന്ന കൂദാശയാണ് വിശുദ്ധ കുർബാന. പരിശുദ്ധാമ്മ നമുക്ക് നൽകിയത് വേറൊന്നുമില്ല, ഈശോയെ തന്നു. തന്റെ ഉദരഫലമായ ഈശോയെ, വചനം മാംസം ധരിച്ച ഈശോയെ പരിശുദ്ധ അമ്മ നമുക്ക് നൽകി. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, ലോകരക്ഷയ്ക്ക് വേണ്ടി. ഈ മാതാവിന്റെ വലിയ ആഗ്രഹം അതുമാത്രമാണ്. എൻ്റെ മക്കള് നമ്മളെല്ലാവരും ഈശോയെ സ്വീകരിക്കണം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈശോയെ സ്വീകരിക്കാത്തിടത്തോളം കാലം നമ്മുടെ മക്കൾക്കോ നമ്മുടെ കുടുംബത്തിനോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ രക്ഷപ്പെടാൻ സാധ്യമല്ലെന്ന സത്യം വീണ്ടും വീണ്ടും അമ്മ ഓർമ്മപ്പെടുത്തുമ്പോൾ നമുക്കിന്ന് ഈ അമ്മയുടെ മധ്യസ്ഥത്തിൽ തന്നെ പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളില്, നമ്മുടെ മക്കളില് ഈശോയ്ക്ക് വേണ്ടിയുള്ള വലിയൊരു ദാഹം ജനിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. മക്കളെ, ഈശോയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കുടുംബമായിട്ട് മാറട്ടെ നമ്മുടെ കുടുംബങ്ങള്. അത് മാതാവിന്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുകയും നമ്മള് പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാ? ദൈവകൃപ നിറഞ്ഞ അമ്മയെ പോലെ, കർത്താവ് കൂടെയുള്ള അമ്മയെ പോലെ, അതിനാൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടതുപോലെ, അതിനാൽ തന്നെ അമ്മയുടെ ഉദരഫലം അനുഗ്രഹിക്കപ്പെട്ടതുപോലെ ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും മരണം വരെ ജീവിക്കാൻ, കൃപ നിറഞ്ഞ് ഈശോയെ കൂടെ നിർത്തി ജീവിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നാണ് നമ്മൾ ജപമാലയിൽ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, ഈ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ മനസ്സറിഞ്ഞ് അമ്മയുടെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. ഈ 9 ദിവസങ്ങൾ, ഇനി നമുക്ക് 8 ദിവസം, ഇന്നത്തെ 8 ദിവസം 15-ാം തീയതി വരെ അമ്മയുടെ മാതൃ സംരക്ഷണത്തില് അതിശക്തമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ തന്നെയാണ് നമ്മൾ റോസാ മിസ്റ്റിക്ക മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. കരഞ്ഞ് രക്തക്കണ്ണീരൊഴുക്കി തന്റെ മക്കള് ഈശോയെ വിട്ട് ഈശോയുടെ അവിശ്വസ്തത കാണിച്ച് പോകുന്ന മക്കളെ ഓർത്ത് രക്തക്കണ്ണീരൊഴുക്കുന്ന പരിശുദ്ധ അമ്മ, പ്രത്യേകിച്ചും വൈദികരെയോർത്തും വിളിക്കപ്പെട്ട സമർപ്പിതരെയോർത്തും നിലവിളിക്കുന്ന പരിശുദ്ധ അമ്മ. ഈ അമ്മയുടെ ഹൃദയം വ്യാകുലവാളാൽ കുത്തിപ്പിളർക്കപ്പെട്ടത്, വിമല ഹൃദയത്തിന്റെ ആ വ്യാകുലവാളുകൾ കുത്തി തുറക്കപ്പെട്ടത് ഈ ഒരു വേദനയോടെയാണ്. അതുകൊണ്ട് അമ്മ മാതാവിന്റെ മാധ്യസ്ഥത്തെ വേറെ ഒന്നിനും വേണ്ടി പ്രാർത്ഥിക്കേണ്ട. ഒരു കാര്യം ഞാൻ പറയാം മക്കളെ, ഈ 2 കാര്യങ്ങളിൽ നമ്മുടെ മക്കളും നമ്മളും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ സഭയും ഈ ലോകവും മാറിക്കഴിഞ്ഞാൽ ഉറപ്പ് നമ്മുടെ കുടുംബത്തില് ഈ പറയുന്ന ഒരു നാശമോ തകർച്ചയോ വഴിപ്പിഴച്ച ജീവിതമോ ഒന്നും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് നമുക്ക് തീക്ഷ്ണമായി പ്രാർത്ഥിക്കാം. ഈ 2-ാം ദിനത്തിലെ നൊവേനയില് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദിവ്യകാരുണ്യ സന്നിധിയില് നമ്മുടെ നിയോഗങ്ങള്, നമ്മുടെ വേദനകള്, നമ്മുടെ ദുഃഖങ്ങള് എല്ലാം സമർപ്പിച്ചിട്ട് ഈ 2 കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഈ ദിവസങ്ങൾ പ്രത്യേകിച്ചും ഈ 2 കാര്യങ്ങൾ എന്താണ്? ദൈവ കൃപ നിറഞ്ഞ് കർത്താവിനെ കൂടെ നിർത്തി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മുടെ ഇപ്പോഴുള്ള വേദനകള്, ദുഃഖങ്ങള്, സങ്കടങ്ങൾ, നിയോഗങ്ങള് എല്ലാം സമർപ്പിച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്തുമാത്രം പേരാണെന്നറിയോ മക്കളെ കരഞ്ഞു വിളിക്കണേ. ഞാൻ ഈ കരച്ചിലും നിലവിളിയും കേട്ട് ഈ ദിവസങ്ങൾ പ്രത്യേകിച്ചും ഒത്തിരി പേര് വിളിക്കുന്നുണ്ട് കണ്ണീരോടെ. ഞാൻ വീണ്ടും പറയണം മക്കളെ, നിങ്ങൾ സാധിക്കുന്ന മക്കളൊക്കെ വന്ന് ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ എടുത്തു മാറ്റിക്കൊണ്ട് വചനം കേട്ട് കുമ്പസാരിച്ച് പാപപരിഹാര ബലിയർപ്പിച്ച് കുടുംബത്തിന് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി, അതുമായിട്ട് ബന്ധപ്പെട്ട് സാത്താന് കിട്ടിയ അവകാശങ്ങളെ അവസാനിപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ വിടിവിച്ചെടുക്കണം, ശക്തീകരിച്ചെടുക്കണം. അതിനുവേണ്ടിയാണ് നമ്മുടെ കാർമൽ ധ്യാന കേന്ദ്രത്തില് ധ്യാനങ്ങളെ കർത്താവ് ഒരുക്കിയിരിക്കുന്നത്. അത് വീക്കെൻഡ് ധ്യാനമാണ്. അത് വെള്ളിയാഴ്ച വൈകിട്ട് ആരംഭിക്കും, ഞായറാഴ്ച വൈകിട്ട് ആരംഭിക്കും. അതുകൊണ്ട് നിങ്ങൾ സാധിക്കുന്നവരൊക്കെ പങ്കെടുക്കുക. അടുത്ത ധ്യാനം ഈ മാസം 17-ാം തീയതി മുതൽ 19-ാം തീയതി വരെ, പിന്നെ അവസാനത്തെ 31 മുതൽ ഓഗസ്റ്റ് 1, 2 ദിവസങ്ങളിലൊക്കെ. ഇനി പിന്നെ ഇതിന്റെ അവസാനം ഈ വർഷത്തെ മുഴുവൻ നമ്മുടെ ധ്യാനത്തിന്റെ
ഒരു ചാർട്ട് ഇട്ടിട്ടുണ്ട്, നോക്കി പങ്കെടുക്കുക. സാധിക്കുന്ന മക്കളൊക്കെ 2 കൺവെൻഷനിൽ കടന്നു വന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നിത്യ ആരാധന, നമ്മുടെ അനുദിന ശുശ്രൂഷ പങ്കെടുക്കുക, അനേക മക്കളെ പങ്കെടുപ്പിക്കുക. ഇതൊരു വലിയ സുവിശേഷ വേലയാണ്. കൃപാജീവിതത്തിന്റെ, ദൈവൈക്യ ജീവിതത്തിന്റെ വലിയ സന്ദേശം ഈ 2026 കർത്താവ് നമുക്ക് നൽകിയതാണ്. അതിൽ വളരുവാൻ, അതിൽ വളർത്തുവാൻ നമുക്ക് ഇടയാക്കണം, നമ്മയും നമ്മുടെ കുടുംബത്തെയും അനേക മക്കളെയും. അതുകൊണ്ട് ഒരുമിച്ച് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ കർമ്മല മാതാവ് നമ്മെ അതിനുവേണ്ടി ശക്തരാക്കട്ടെ, സജ്ജരാക്കട്ടെ, നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. നമ്മ പ്രാർത്ഥിക്കും. നമ്മയുടെ വലിയ ആഗ്രഹം കൃപ, ദൈവൈക്യം. ആമേൻ. ഈശോ അനുഗ്രഹിക്കട്ടെ മക്കളെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളാരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കുന്നതിനു വേണ്ടി അങ്ങയെ തന്നെയാണ് ഞങ്ങൾക്ക് നൽകിയത്. യോഹന്നാൻ 3:16 ഞങ്ങൾ വീണ്ടും വീണ്ടും ഓർക്കുന്നു. അങ്ങയിൽ വിശ്വസിക്കുന്ന യാതൊരുവനും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കാൻ വേണ്ടി പിതാവായ ദൈവം ഞങ്ങൾക്ക് നൽകിയത് തൻ്റെ ഏകജാതനായ അങ്ങയെയാണ്. അങ്ങയെ സ്വീകരിക്കാത്തിടത്തോളം കാലം ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് മാത്രമല്ല, ഞങ്ങൾ നശിച്ചു പോകത്തേയുള്ളൂ. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കപ്പെട്ടതിന്റെ മഹാരഹസ്യം ദൈവകൃപ നിറഞ്ഞവൾ, കർത്താവ് കൂടെയുള്ളവൾ. അമ്മയുടെ വലിയ ആഗ്രഹം ഞങ്ങൾ ഇന്ന് മനസ്സിലാക്കി. ഈശോയെ അങ്ങയെ സ്വീകരിച്ച് അങ്ങയെ സ്വന്തമാക്കി അങ്ങയുടെ ജീവന്റെ സമൃദ്ധിയിൽ അങ്ങയാൽ നിറയപ്പെട്ട് ജീവിക്കുന്ന കൃപാ ജീവിതവും ദൈവൈക്യ ജീവിതവും കർത്താവെ ഞങ്ങൾക്ക് നൽകണം, ഞങ്ങളുടെ മക്കൾക്ക് നൽകണം, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണം. ഈശോ ഇന്ന് ഈ ആരാധനയിൽ, ഈ നൊവേനയുടെ ഈ 2ാം ദിനത്തിലായിരിക്കുന്ന ഈ മക്കളെ, ഇവരുടെ കുടുംബങ്ങളെ, ഇവരുടെ പ്രിയപ്പെട്ട മക്കളെ ദൈവകൃപയാൽ നിറച്ച് അങ്ങയുടെ സാന്നിധ്യത്തിന്റെ ദൈവൈക്യത്തിൽ നിറച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവിന്റെ വലിയ മധ്യസ്ഥത്തിൽ ആ വലിയ അഭിഷേകത്തിനു വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മയും നമ്മുടെ മക്കളെയും ഈശോയ്ക്ക് വേണ്ടിയുള്ള ഒരു വലിയ ദാഹം ജനിക്കാൻ വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക്, ജീവിത പങ്കാളിക്ക്, സഹോദരങ്ങൾക്ക്, പേരക്കിടാങ്ങൾക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം ഈശോയെ വേണ്ട, വിശുദ്ധ കുർബാന വേണ്ട, പ്രാർത്ഥന വേണ്ട എന്നുള്ളതാണ്. അത് സകല മേഖലകളെയും സ്വാധീനിച്ചിരിക്കുന്ന വലിയ പൈശാചിക ബന്ധനമാണ്. അതിൽ നിന്നൊരു വിമോചനത്തിനു വേണ്ടി പ്രത്യേക നിയോഗം വെച്ചുകൊണ്ട് നമുക്ക് ഈ നൊവേനയിൽ പ്രത്യേകമാവിധം പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്നേഹനിധിയായ മാതാവേ, അങ്ങേ മക്കളായി ഞങ്ങൾ അങ്ങേ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്നു. കാരുണ്യനാഥേ, കർമ്മല സഭയുടെ രാജ്ഞി, ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ. അളവില്ലാത്ത കൃപാ സമുദ്രമേ, അങ്ങേ മധ്യസ്ഥതയിൽ ശരണപ്പെടുന്ന ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളും സ്വീകരിച്ച് അങ്ങേ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ഏറ്റവും പരിശുദ്ധയും അമലോത്ഭവയുമായ കർമ്മല മാതാവേ, സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ അങ്ങയെ ഞങ്ങളുടെ അമ്മയും മധ്യസ്ഥയുമായി ഞങ്ങൾ ഏറ്റുപറയുന്നു. എത്രയും മഹത്വമേറിയ കർമ്മല രാജ്ഞി, ഞങ്ങളുടെ മാർഗദീപവും അഭയകേന്ദ്രവുമായ മാതാവേ, ഞങ്ങളെ അങ്ങയുടെ മക്കളായി സ്വീകരിക്കണമേ. ദൈവത്തിനും അങ്ങേക്കും വേണ്ടി ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നതിന് വേണ്ട കൃപാവരം ഞങ്ങൾക്ക് നേടിത്തരണമേ. ആമേൻ. പരിശുദ്ധ കർമ്മല മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർമ്മല മാതാവേ, ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മേ, ഞങ്ങളുടെ പാപാവസ്ഥയെയും ഞങ്ങളുടെ പാപ സാഹചര്യങ്ങളെയും ഞങ്ങൾ പരിത്യജിക്കുന്നു. അമ്മയുടെ വിമല ഹൃദയത്തിന് ഞങ്ങളെ തന്നെ, ഞങ്ങളുടെ മക്കളെയും
ഞങ്ങളുടെ കുടുംബത്തെയും കാഴ്ചവെക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങയുടെ വിമല ഹൃദയത്തിന് യോജിച്ചതാക്കണമേ. ആമേൻ. ദൈവത്തിന്റെ അമലോത്ഭവ ജനനി, മാധുര്യവും കരുണയും നിറഞ്ഞ കർമ്മലറാണി, അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമായിരിക്കണമേ. ഉത്തരീയ ഭക്തിയിലൂടെ അങ്ങയോടുള്ള സ്നേഹത്തിൽ വളരുവാൻ ആഹ്വാനം ചെയ്ത അമ്മേ, ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളർന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. പരിശുദ്ധ കർമ്മലനാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജീവിത നവീകരണത്തിനായി തീവ്രമായ പ്രാർത്ഥനയും തപാനുഷ്ഠാനങ്ങളും നടത്തണമെന്നും ഉത്തരീയ ഭക്തി പ്രചരിപ്പിക്കണമെന്നും അങ്ങേ മാതാവ് വഴി നിർദ്ദേശിച്ച കർത്താവെ, പ്രാർത്ഥനയും പരിത്യാഗ പ്രവർത്തനങ്ങളും വഴി ഞങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും അങ്ങേക്ക് യോഗ്യമായ ശുശ്രൂഷ ചെയ്യുന്നവരാകട്ടെ. ആമേൻ. നിത്യസഹായം അരുളുന്ന കർമ്മലനാഥയുടെ മധ്യസ്ഥ ശക്തിയിൽ ശരണപ്പെട്ടുകൊണ്ട് നമുക്കെല്ലാവർക്കും കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്നപേക്ഷിക്കാം. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തിരുസഭയെ നയിക്കുവാനും നവീകരിക്കുവാനും വിശുദ്ധീകരിക്കുവാനും വേണ്ട വിവേകവും വിജ്ഞാനവും വിശുദ്ധിയും തിരുസഭയുടെ അധികാരികൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പരിശുദ്ധ കർമ്മല മാതാവ് വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അർപ്പണ മനോഭാവത്തോടും ത്യാഗസന്നദ്ധതയോടും കൂടെ അങ്ങേ ശുശ്രൂഷിക്കുവാൻ ധാരാളം പ്രേക്ഷിതരെ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പരിശുദ്ധ കർമ്മല മാതാവിന്റെ മധ്യസ്ഥത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകം മുഴുവന്റെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ മാതൃരാജ്യത്തിന്റെയും സമാധാനത്തിനും ഉന്നമനത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പരിശുദ്ധ കർമ്മല മാതാവ് വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഉത്തരീയം ധരിച്ച് മാതാവിനോടുള്ള ഭക്തിയിൽ ജീവിച്ചു മരിക്കുന്നവരെ ശുദ്ധീകരണ സ്ഥലത്തു നിന്നും മോചിപ്പിക്കുമെന്ന് അങ്ങേ മാതാവ് വഴി വാഗ്ദാനം ചെയ്ത കർത്താവെ, മരണം വഴി ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ സഹോദരങ്ങളെ സ്വർഗഭാഗ്യത്തിൽ ചേർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പരിശുദ്ധ കർമ്മല മാതാവ് വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും ബന്ധുമിത്രാദികളുടെയും ഉപകാരികളുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പരിശുദ്ധ കർമ്മല മാതാവ് വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ ധ്യാനത്തില്, ഈ നൊവേനയില്, ഈ ശുശ്രൂഷയില് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും എല്ലാ കുടുംബങ്ങളെയും, ഈ മക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും ഇവരുടെ മക്കളെയും ഞങ്ങളുടെ എല്ലാ വേദനകളോടും ദുഃഖഭാരങ്ങളോടും സങ്കടങ്ങളോടും കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മാതാവിന്റെ മധ്യസ്ഥത്തില് ശക്തമായ കൃപാവര സമൃദ്ധിയും ദൈവയ്ക്ക് ജീവിതവും നൽകി ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ പ്രത്യേകമാവിധം അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പരിശുദ്ധ കർമ്മല മാതാവ് വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളും നിയോഗങ്ങളും പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ ശക്തമായ സാന്നിധ്യത്താലും മധ്യസ്ഥത്താലും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ഈ നൊവേനയില് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മക്കളെ, ഈശോ നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന വലിയ അനുഗ്രഹമാണ് ഈശോയെ തന്നെ ദിവ്യകാരുണ്യത്തിലൂടെ. അതാണ് ഈശോ നമുക്ക് നൽകുന്നത്. ഈശോയുടെ നേരെ നോക്കിയിട്ട് ഈശോയോട് പറ, ഈശോയെ, എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ മക്കളിലേക്ക്, എൻ്റെ അവസ്ഥകളിലേക്ക്, എൻ്റെ ജീവിത പ്രതിസന്ധികളിലേക്ക് ഈശോയെ അങ്ങ് തന്നെ വരണമേ, അങ്ങ് വന്ന് ഇടപെടണമേ, ജീവന്റെ സമൃദ്ധി കൊണ്ട് നിറയ്ക്കണമേ. എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും മക്കളെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കാരുണ്യവാനായ ദൈവമേ,
അനന്തമായ അങ്ങയുടെ പരിപാലനയെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. മുട്ടുന്നവന് തുറന്നു കൊടുക്കുന്നവനും ചോദിക്കുന്നവന് നൽകുന്നവനുമായ ദൈവമേ, ഞങ്ങളുടെ നിരവധിയായ ആവശ്യങ്ങളുമായി ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സന്തോഷവും സമാധാനവും വർദ്ധിപ്പിക്കണമേ. കുഞ്ഞുങ്ങളെ വിജ്ഞാനത്തിലും വിവേകത്തിലും വളർത്തണമേ. യുവതി യുവാക്കളെ ഭക്തിതീഷ്ണതയിലും സന്മാർഗികതയിലും കൂദാശകളിലും വളർത്തണമേ. ദരിദ്രരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കണമേ. മാനസികവും ശാരീരികവുമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് രോഗസൗഖ്യവും പ്രത്യാശയും നൽകണമേ. പാപസ്വാധീനത്തിൽ ദൈവത്തെ മറന്ന് ജീവിക്കുന്നവരെ ദൈവസ്നേഹത്തിലേക്ക് ആനയിക്കണമേ. ലൗകിക മോഹങ്ങളാൽ നയിക്കപ്പെടുന്നവർക്ക് സത്യപ്രകാശം തെളിച്ചു കാട്ടണമേ. വെറുപ്പും വിദ്വേഷവും മൂലം സമാധാനം നഷ്ടപ്പെട്ടവർക്ക് അങ്ങയുടെ സമാധാനം നൽകണമേ. ഞങ്ങളുടെ ഈ യാചനകളും പ്രാർത്ഥനകളും ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കർമ്മല മാതാവ് വഴി അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ആമേൻ. കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് പ്രത്യക്ഷപ്പെട്ട് കർമ്മല ഉത്തരീയം നൽകിക്കൊണ്ട് സഹോദര്യത്തിന്റെ അടയാളവും രക്ഷയുടെ പ്രതീകവുമായ ഉത്തരീയം ധരിച്ചു മരിക്കുന്നവർ നശിക്കുകയില്ലെന്ന് വാഗ്ദാനം ചെയ്ത അമ്മയെ ആ വിശുദ്ധനോട് ചേർന്ന് നമുക്കും പ്രകീർത്തിക്കാം. കർമ്മലിലെ സുന്ദര കുസുമമേ, ഫലസമ്പൂർണമായ മുന്തിരി, സ്വർഗത്തിന്റെ അന്യാദൃശ്യവും നിർമ്മലയുമായ തേജസ്സേ, നിത്യകന്യകയായിരുന്ന ദൈവപുത്രന് ജന്മം നൽകിയവളെ, ഇന്നത്തെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിച്ചു രക്ഷിക്കണമേ. ഓ സമുദ്രതാരമേ, അങ്ങ് ഞങ്ങളുടെ അമ്മയാണെന്ന് കാണിച്ചു തരണമേ. ആമേൻ. തന്റെ അമ്മയായ മറിയത്തെ മനുഷ്യവർഗത്തിന് അമ്മയായി നൽകിയ മിശിഹായെ നമുക്ക് സ്തുതിക്കാം. പാപത്തിന്റെയും തിന്മയുടെയും മാനത്തിൽ നിന്നും സംരക്ഷിതമായ മറിയത്തിന്റെ മധ്യസ്ഥം എല്ലാ തിന്മകളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കട്ടെ. നരകപിശാചിന്റെ തലയെ തകർത്ത മാതാവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും എല്ലാവിധ പൈശാചിക ശക്തികളുടെയും ആക്രമണത്തിൽ നിന്നും സംരക്ഷിക്കട്ടെ. ഉണ്ണീശോയെ സംരക്ഷിച്ച അമ്മ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ മക്കളെയും എല്ലാ വിപത്തുകളിൽ നിന്നും സംരക്ഷണം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ കർമ്മല മാതാവിന്റെ ശക്തമായ സാന്നിധ്യവും മധ്യസ്ഥവും വിശുദ്ധ കുരിശിനാൽ മുദ്രിതമാക്കപ്പെട്ട സംരക്ഷണവും നൽകി ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദിവ്യാനുസന്നതിയില് ഏറ്റവും സ്നേഹത്തോടും നന്ദിയോടും കൂടെ നമ്മെ നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും സമർപ്പിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് നശിച്ചു പോകാതെ നമ്മെ രക്ഷിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യവും കർത്താവിൻ്റെ കൃപയും പരിശുദ്ധ മാതാവിൻ്റെ കൃപ നിറഞ്ഞ സാന്നിധ്യവും കർത്താവ് കൂടെയുള്ള സാന്നിധ്യവും നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആശീർവാദത്തിലൂടെ വലിയ അഭിഷേകം വിടുതലായി സൗഖ്യമായി വിമോചനമായി നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളിലും സംഭവിക്കാൻ വേണ്ടി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നിശബ്ദമായി നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൽ പരമേൽപ്പിക്കാം. ഈശോ നമ്മെ ഇതാ ആശീർവദിക്കുകയാണ്. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി
ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോ എല്ലാ വരങ്ങളും കൃപകളും ചൊരിഞ്ഞുകൊണ്ട് നമ്മെ ആശീർവദിക്കുമ്പോ ആ കൃപയും ജീവനും ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ മക്കളിലും നിറയ്ക്കണേ എന്നുള്ള പ്രാർത്ഥനയോടെ ഇരു കരങ്ങളും ഉയർത്തി വലിയ ദാഹത്തോടെ പ്രാർത്ഥിച്ചോ, സ്വീകരിച്ചോ മക്കളെ. ഹല്ലേലൂയ യേശുവേ. പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കളുടെ നിയോഗങ്ങള്, അവസ്ഥകള്, പ്രാർത്ഥനകള് എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇന്ന് പറഞ്ഞ ആ 2 അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവകൃപ നിറഞ്ഞ മക്കളായിട്ട് ജീവിക്കാൻ, കർത്താവ് കൂടെയുള്ള മക്കളായി ജീവിക്കാൻ കുദാശയിലേക്കും പ്രാർത്ഥനയിലേക്കും പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിലേക്കും കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളും അതോടൊപ്പം തന്നെ കുർബാന മുടങ്ങാതെ പങ്കെടുക്കും മക്കളെ. ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ പോയിരിക്കാൻ പറ്റുന്ന മക്കള് ഈശോയുടെ കൂടെ ഇരിക്കും. എല്ലാം ഈശോയോട് പറ, ഈശോ അനുഗ്രഹിക്കട്ടോ. ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. അച്ഛനും വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ മക്കളെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഈശോയെ